സുഹൃത്തുക്കളെ, കുറേ ദിവസമായിട്ട് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മടുപ്പ്. ഒരു കഥ പറഞ്ഞാലോ എന്നൊരു തോന്നലാണ് ഞാൻ വന്നത്. എത്ര പേർക്ക് ഇഷ്ടമാവുമോ അറിയില്ല. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കണം, ഒന്ന് ഷെയർ ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കഥ ഉപകാരപ്പെട്ടേക്കാം ആർക്കെങ്കിലും. സുഹൃത്തുക്കളെ, കഥ നടക്കുന്നത് ഇടുക്കി പ്രദേശത്താണ്. ഇടുക്കിയിലെ ഏതൊരു ഉൾനാടൻ ഗ്രാമം, അത്യാവശ്യം തണുപ്പൊക്കെയുള്ള മഞ്ഞൊക്കെ പെയ്യുന്ന ഒരു നാട്. ഒരു കഥ നടക്കുന്നത് ഒരു KSRTC ബസ് സ്റ്റാൻഡിലാണ്. അതിൻ്റെ തുടക്കം വൈകുന്നേരമായിരിക്കുന്നു. ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇരുട്ട് കയറി വരും. ഒരു KSRTC ബസ് ഏതൊരു ഉൾനാടൻ ഗ്രാമത്തിലേക്ക് കയറിപ്പോകാവുന്ന ഒരു KSRTC ബസ് അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ KSRTC ബസ്സിൻ്റെ മുരൾച്ച നമുക്കിങ്ങനെ കേൾക്കാം. പതുക്കെ ആ ബസ് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും റോഡ് സൈഡിൽ നിന്ന് ഒരു പെൺകുട്ടി ഓടി വന്നു. നിർത്തണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓടി വരുന്നത്. ആ പെൺകുട്ടിയുടെ പുറകിൽ ഒരു വലിയ ബാക്ക് പാക്ക് ഉണ്ട്. ഹോസ്റ്റലിൽ നിന്നോ മറ്റോ വരുന്ന പെൺകുട്ടിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്തോ യാത്ര കഴിഞ്ഞ് വരുന്നത് പോലെ നമുക്ക് തോന്നിപ്പോകും. ആ പെൺകുട്ടിക്ക് ഏകദേശം ഒരു 10-22 വയസ്സ് കാണും. പെട്ടെന്ന് ആ പെൺകുട്ടി ഓടി വന്ന് ബസ്സിൻ്റെ ബാക്ക് വഴിയുള്ള ഡോറ് വഴിയാണ് അവൾ കയറി ആ ഒരു കമ്പി പിടിച്ചു നിൽക്കുമ്പോഴേക്കും ബസ്സൊന്നും എടുത്തു. അവൾ ആ കമ്പിയിൽ തൂങ്ങി തന്നെ ഒരല്പം മുമ്പോട്ട് അങ്ങോട്ട് നടക്കേണ്ടി വന്നു. എങ്കിലും അവൾ അതിൽ ബാലൻസ് ചെയ്ത് തന്നെ ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് അവളുടെ നോട്ടം എവിടെയാണ് ഇരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. മിക്ക സീറ്റുകളും നിറഞ്ഞ് കിടക്കുകയാണ്. എല്ലാ സീറ്റുകളും. ഫ്രണ്ടിലൊക്കെ പോയി നോക്കുമ്പോൾ ഒരു സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള സ്ഥലത്തൊന്നും ഒരു സീറ്റ് പോലും ഒഴിവില്ല. അവൾ നിരാശയായിട്ട് അവൾ നേരെ പുറകിലോട്ട് നടന്നു വരുമ്പോൾ ഒരു സൈഡിൽ പുരുഷന്മാരൊക്കെ ഇരിക്കുന്നതിന് ഭാഗത്ത് ഒരു ചെറുപ്പക്കാരിരിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു സീറ്റ് ഒഴിവുണ്ട്. അവൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. വേറെ സീറ്റൊന്നും ഒഴിവില്ല, ആരും നിൽക്കുന്നുമില്ല. അവൾ മാത്രമായിട്ട് നിൽക്കേണ്ടി വരും. വലിയ മടിയൊന്നും കൂടാതെ അവളുടെ ബാഗ് ഊരിയിട്ട് ആ ബാഗ് വെക്കാനുള്ള ഭാഗത്തേക്ക് അത് തിരികെ കയറ്റി വയ്ക്കുന്നു. അവളുടെ ഈ കഷ്ടപ്പാടുകളെല്ലാം ഇരിക്കുന്ന ചെറുപ്പക്കാരും ഒപ്പം തന്നെ അവിടെ ഇരിക്കുന്ന മറ്റു ബസ്സിലെ ആളുകളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. കണ്ടക്ടറും ഇത് നോക്കി നിൽക്കുന്നുണ്ട്. എങ്കിലും പെൺകുട്ടി എങ്ങനെയൊക്കെയോ ആ ബാഗ് അതിനുള്ളിലേക്ക് തള്ളിയിട്ടു. ആ ഒരു ബാഗ് വെക്കുന്ന ആ ബസ്സിൻ്റെ റാക്കിലേക്ക് തിരികെ വെച്ചു. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ ബാഗിൽ നിന്ന് പെട്ടെന്ന് തന്നെ മൊബൈൽ എടുത്തിട്ട് ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് ഇരുന്നു. ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാന്യമായിട്ടുള്ള ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു ഇരുത്തമായിരുന്നല്ലോ. ഒരു ഒന്നൊന്നര ഇരുത്തമായിരുന്നു. ആ ഇരുത്തത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ്റെ തുടയൊക്കെ ഒന്ന് വേദനിച്ചിട്ടുണ്ടായിരിക്കും. അത്രയ്ക്ക് പെട്ടെന്നുള്ളൊരു ഇരുത്തമായിരുന്നു. അവൻ ആ അസ്വസ്ഥത കാണിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞിട്ട് ഒരു അസ്വസ്ഥത കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇരുന്ന വഴിക്ക് തന്നെ ബസ് പുറപ്പെട്ടു തുടങ്ങി. ഭയങ്കര നിശബ്ദതയാണ്. അവളുടെ മൊബൈൽ തുറന്നിട്ട് അവൾ ആദ്യം ചെയ്യുന്നത് അച്ഛൻ എന്നുള്ള നമ്പർ എടുത്തിട്ട് വിളിക്കലാണ്. അവൾ തൻ്റെ മൊബൈൽ എടുത്തിട്ട് അച്ഛനെ ഡയൽ ചെയ്തു. ആദ്യ ഡയല് അച്ഛൻ എടുക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അവളുടെ ആ മൊബൈലിൻ്റെ ചാർജ് തീരാറായി എന്ന് പറയുന്ന ആ ഒരു ബീപ്പ് ശബ്ദം അതിൽ നിന്ന് വരുന്നുണ്ട്. അവൾ വീണ്ടും അവളുടെ മൊബൈൽ എടുക്കുന്നു. വീണ്ടും അച്ഛനെ വിളിക്കുന്നു. അപ്പോൾ അയ്യോ തീരല്ലേ ഓഫാവില്ലേ എന്നുള്ളൊരു തരം വർത്തമാനമൊക്കെ പിറുപിറുക്കലൊക്കെ കൂടിയിട്ടാണ് അവൾ എടുക്കുന്നത്. അച്ഛ എടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ഇങ്ങനെ നിൽക്കുന്നത്. ആ ബെല്ല് ഒരു 3-4 റിങ് അഴിക്കുമ്പോഴേക്കും അപ്പുറത്ത് അച്ഛൻ ആ ഒരു ഫോൺ എടുക്കുന്നു. എടുത്ത വഴിക്ക് തന്നെ അവിടുന്ന് കേൾക്കുന്നത് ഒരു അലർച്ചയാണ്. മോളെ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഒരു അലർച്ചയാണ്. ആ ഒരു അലർച്ച അവളും ഒപ്പം തന്നെ തൊട്ടടുത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ കേട്ടു. രണ്ടുപേരും പരസ്പരം നോക്കുകയും ഇവള് പെട്ടെന്ന് തന്നെ ആ മൊബൈൽ ചെവിട്ടിൽ വെച്ചിട്ട് അച്ഛ എന്ന് ഉറക്കെ വിളിക്കുകയും ചെയ്തു. അത് ഒരല്പം ഉറക്കെയായിരുന്നു. ചെറുപ്പക്കാരൻ മാത്രമല്ല, ബസ്സിലുള്ള എല്ലാവരും അത് കേട്ടിട്ടുണ്ട്. അച്ഛ എന്താന്ന് ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കുന്ന സമയത്ത് പോലും അപ്പുറത്ത് കേൾക്കുന്നത് അയ്യോ എന്നുള്ള നിലവിളി ശബ്ദമായിരുന്നു. ആരോ അപ്പുറത്തുള്ള ഒരാളെ അടിക്കുന്നത് പോലെ ഒരു വലിയ ബഹളം കൂടി നമുക്കതിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട്. പെട്ടെന്ന് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുന്നു. അവൾ വീണ്ടും അത് ഓണാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഓണാവലും ഓഫാവലൊക്കെ ഒരുമിച്ചാണ് പിന്നെ സംഭവിക്കുന്നത്. അവൾ ആകെ പരിഭ്രാന്തിയായിപ്പോയി. പെട്ടെന്ന് തൊട്ടടുത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ കൈകൾ നീണ്ടു.
അവൻ്റെ കയ്യിൽ മൊബൈലുണ്ട്, അത് അവളുടെ കയ്യിലേക്ക് നേരെ നീട്ടിക്കൊടുത്തു. ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പെട്ടെന്ന് ഇവള് വേറെ ഒന്നും നോക്കുന്നില്ല, ആ ഫോൺ എടുക്കുന്നു, തൻ്റെ അച്ഛൻ്റെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഒരു കാരണവശാലും ആ ഒരു മൊബൈൽ ഫോണിന് പിന്നീട് അപ്പുറത്തുനിന്ന് ഒരു മറുപടി ഉണ്ടായില്ല. അവൾ വളരെ പരിഭ്രാന്തിയിലാണ്. പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് നമ്പറുണ്ടോ, തൊട്ടപ്പുറത്തെ ആളുകൾക്ക് നമ്പറുണ്ടോ? അതൊക്കെ ഉണ്ട്, പക്ഷേ അത് അവൾക്ക് ഓർമ്മയില്ല. പെട്ടെന്ന് പറഞ്ഞു, ഫോൺ ഒന്നുകൂടി തരാമോ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ ഒരു മടിയും കൂടാതെ ആ ഫോൺ കൊടുക്കുന്നുണ്ട്. വിളിച്ചോളൂ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾക്കൊന്നും അറിയില്ല, അവൾക്ക് എന്താ പ്രശ്നം എന്നറിയില്ല, ഒന്നും അറിയില്ല. ഒരു വാക്ക് മാത്രം ഈ തിരക്കിനിടയ്ക്ക് ഈ അച്ഛനെ വീണ്ടും വിളിച്ചുകൊണ്ടേക്ക് പറഞ്ഞു, എനിക്കറിയില്ല, അച്ഛൻ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു, എന്തോ പെട്ടെന്ന് ബാഗൊക്കെ എടുത്ത് വാ മോളെ എന്ന് എന്നോട് പറഞ്ഞേ, വേറൊന്നും എനിക്കറിയില്ല പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അയൽവാസികൾ ആരെങ്കിലും നമ്പറുണ്ടോ? ഇവിടെ പറയണ്ടേ, എനിക്ക് ആരും നമ്പർ അറിയില്ല, ഓർമ്മയില്ല. ഓ, നല്ല കാര്യം എന്ന് പറഞ്ഞ് ആ നിമിഷം തന്നെ ആ ചെറുപ്പക്കാരൻ അവളുടെ കയ്യിൽ നിന്ന് ആ മൊബൈല് വാങ്ങിച്ച് തൻ്റെ കൈവശം വയ്ക്കുന്നുണ്ട്. പക്ഷേ ആ വാങ്ങിച്ചത് ശരിയായില്ല എന്ന് പിന്നീട് അവന് തന്നെ തോന്നിയതുകൊണ്ടായിരിക്കാം മൊബൈൽ ഫോൺ വീണ്ടും അവളെ കയ്യിൽ കൊടുത്തിട്ട്, ആരെങ്കിലും നമ്പർ ഓർമ്മയുണ്ടെങ്കിൽ, അപ്പുറത്തപ്പുറത്ത് ആരെങ്കിലും നമ്പർ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കൂ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് അച്ഛൻ്റെ നമ്പർ മാത്രമേ കാണാതെ അറിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇതൊരു വളരെ വളരെ പഴയ ബസ്സാണ്, ചാർജിങ് ഓപ്ഷൻസും മറ്റൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് വേറെ രക്ഷയൊന്നുമില്ല. ബസ് അങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇവളുടെ അസ്വസ്ഥത കൂടിക്കൂടി വരികയാണെന്ന് കണ്ടപ്പോൾ ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് പ്രശ്നം, എന്നോട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, എന്താണ് പ്രശ്നം, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എന്ന് അവൻ പറഞ്ഞു. പക്ഷേ അതിനൊന്നും മറുപടി ഇല്ല, ഒന്നുമില്ല, എനിക്കറിയില്ല, അച്ഛൻ പെട്ടെന്ന് വിളിച്ച് ചെല്ലാൻ പറഞ്ഞാണ്, ഞാനിവിടെ പഠിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവളൊരു കോളേജിൻ്റെ പേര് പറയുന്നുണ്ട്. അത് ഈ ചെറുപ്പക്കാരൻ ആ കോളേജ് അറിയാം. ആ, അവിടെയാണോ? ആ, എത്ര ഈ കോഴ്സ് കഴിയാറായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇനിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ വണ്ടി ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇരുട്ട് നന്നായിട്ട് പരന്നിരിക്കുന്നു. വണ്ടി ഏതൊക്കെ ചുരം വഴി കയറുന്നത് പോലൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. അങ്ങനെയുള്ള അധികമൊന്നും ആൾത്താമസമില്ലാത്ത വഴികളിലൂടെ വല്ലപ്പോഴും ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പ്രദേശം കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിലൂടെ ആ ഒരു KSRTC ബസ് ഇങ്ങനെ ആ ഒരു മുരൾച്ച ശബ്ദത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏറെ ദൂരം പോയിരിക്കാം. വൈകുന്നേരം ഒരു ഇരുട്ട് തുടങ്ങുമ്പോൾ തുടങ്ങിയ സംഗതി പ്രദേശം മുഴുവൻ പരിപൂർണമായിട്ട് ഇരുട്ടിലാവുന്ന ഒരു സ്ഥലത്തിലൂടെ ആ ഒരു വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവൾ എഴുന്നേറ്റു. അപ്പോൾ ചെറുപ്പക്കാരൻ എന്തെന്ന് ചോദിച്ചു. അല്ല, എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലമായി. നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു വെളിച്ചം കാണാം, ഒരു അരണ്ട മഞ്ഞ വെളിച്ചം. ആ വെളിച്ചത്തിനടുത്തേക്ക് ആ ബസ് എത്തുമ്പോഴേക്കും അവൾ തൻ്റെ ബാഗ് മുകളിൽ നിന്ന് വലിച്ചെടുത്തു. ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് നോക്കി. ചെറുപ്പക്കാരനും നോക്കുന്നുണ്ട്. ഇവള് ആ ബാഗ് എടുത്ത് ആ ഒരു അരണ്ട വെളിച്ചം മാത്രമുള്ള അവിടെയൊന്നും ഒരു മനുഷ്യജീവിയെ കാണാനില്ല. ആ പ്രദേശത്ത് ഒരു വാഹനങ്ങളോ കടകളൊക്കെ ഉണ്ട്, എല്ലാം അടഞ്ഞു കിടക്കുന്നു. ആകെ ഒരു 3-4 കടകളേ ഉള്ളൂ, ചെറിയ കടകൾ, വേറൊന്നും കാണാനില്ല. ഓടിട്ട് കുറേ കടകൾ മാത്രം, വേറെ ഒന്നുമില്ല. ആ ഒരു അരണ്ട വെളിച്ചത്തിൽ അവൻ കണ്ടത് അത് മാത്രമാണ്. ഒരു പക്ഷെ അപ്പുറത്തൊന്നും കൂടുതൽ കടകളും ഷോപ്പുകളും ഉണ്ടോ എന്ന് അവനറിയില്ല. പക്ഷേ ആ പ്രദേശത്ത് ആ ഒരൊറ്റ അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ. അവൾ തൻ്റെ പുറത്ത് ആ ബാഗ് ഇട്ടിട്ട് ആ KSRTC ബസ്സിൽ നിന്ന് അവൾ അവിടെ ഇറങ്ങി. നോക്കുമ്പോൾ അവളെ വിളിച്ചു കൊണ്ടുപോകാൻ ആരും എത്തിയിട്ടില്ല. കൂരിരുട്ടാണ്. അവൾ ആ അരണ്ട വെളിച്ചത്തിൽ അങ്ങനെ നിന്ന് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അവളുടെ മുഖത്ത് എന്തൊരു ആവശ്യപ്പെടുന്ന പോലെ, ഒന്നിവിടെ ഇറങ്ങാവോ, എന്നെ ഒന്ന് വീട്ടിലേക്ക് ആക്കി തരാമോ എന്നൊക്കെയാണോ അവൾ ആലോചിക്കുന്നത് എന്ന് ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഇറങ്ങണോ, എന്താണിപ്പോൾ അവളിപ്പോൾ ചെയ്യുന്നത്, ആരുമില്ലാത്ത ഈ സ്ഥലത്ത് ഇനി അവളെ എങ്ങനെയാണ് വീട്ടിലേക്ക് എത്തുക, ഇനി അടുത്താണോ വീട്? അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട്. അവൻ കുറച്ചു നേരം അവളുടെ മുഖത്തേക്ക് നോക്കി, അവളും നോക്കുന്നുണ്ട്. അവനൊന്ന് ഇറങ്ങിയിരുന്നെങ്കിലെന്ന് അവളും, ഞാൻ ഇറങ്ങണോ എന്ന് അവനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേർക്കും അത് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ചിന്തകൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ബസ് എടുത്തു. ഒരല്പനേരം മുന്നോട്ട് പോയപ്പോഴേക്കും പെട്ടെന്ന് അവൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ അതേ സ്ഥാനത്ത് അതേ അരണ്ട വെളിച്ചത്തിൽ ഒരു നിഴല് പോലെ അങ്ങനെ തന്നെ നിൽക്കുന്നത് കണ്ടു.
പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ തൻ്റെ കയ്യിലുള്ള ആ ഒരു കുഞ്ഞു ബാഗ് കൊടുത്തിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുന്നു, ആ ഒരു മണി അടിക്കുന്നു. ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കണ്ടക്ടർ, എന്താണോ അത് അടുത്തല്ല നിർത്തിയേ, ഇനി എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അല്ല സാർ, ഞാൻ പെട്ടെന്നൊന്ന് ഉറങ്ങിപ്പോയി സാർ. അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടക്ടർ ആ ബെല്ലടിക്കുന്നു. ആ പുറകിലെ വഴിയിലൂടെ അവൻ ആ ബാഗ് എടുത്ത് ഇറങ്ങുന്നു. ഒരല്പ ദൂരം ഓടാനുണ്ട്. ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. ഓടിപ്പോയിട്ട് ഇവൻ ആദ്യം ചോദിക്കുന്നത്, ഇതെന്ത് നാടാടോ ഇത്? തന്നെ ആരാണ് തന്നെ ഇവിടെ കൊണ്ടുപോകാൻ വരുന്നത്? അപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു വല്ലാത്ത സന്തോഷം, ഒരു ചിരിയൊക്കെ വന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ആരും വരില്ല, എനിക്കിവിടുന്ന് വീട്ടിൽ നടന്നു പോകണം. ഒന്നും പറയണ്ട, ഞാനേ നാളെ എങ്ങാണ്ടും തൻ്റെ മുഖമുള്ള ഒരു വാർത്ത എങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രം ഇറങ്ങിയതാണ്. ഈ ഒരു എന്താ പറയുക, ഈ കുഗ്രാമത്തിൽ, ഈ പട്ടിക്കാട്ടിൽ തൻ്റെ വീട് എവിടെയാണ്? ഇവിടുന്ന് ഓട്ടോ പോലും കിട്ടില്ലേ? അപ്പോൾ അവൾ പറഞ്ഞു, ഒരു 6-7 മണി കഴിഞ്ഞ് പിന്നെ ഇവിടെ ഓട്ടമൊന്നും ഉണ്ടാവില്ല, എല്ലാവരും വീട്ടിൽ പോകും, കടകളൊക്കെ അടയ്ക്കും, ഇതൊരു ചെറിയ ഒരു കാട്ടുമൂലയാണ് ചേട്ടാ എന്ന് പറഞ്ഞു. എന്നാ ശരി, നടക്ക്, എന്നെ വീട്ടിലൊന്നും ആക്കിയിട്ട് ഞാൻ പോവാം, ഇനിയിപ്പോൾ വേറെ ഒരു ബസ് ഇവിടെ കിട്ടുമോ? അപ്പോൾ അവൾ ചിരിക്കുക മാത്രം ചെയ്തു. രണ്ടുപേരും അങ്ങനെ നടക്കുകയാണ്. ആ ഒരു ഇരുട്ട് പിടിച്ച വഴിയിലൂടെ എത്രയോ ദൂരം നടക്കുന്നുണ്ട്. ആ ദൂരം നടക്കുന്നതിനിടയ്ക്ക് ഇവൻ ചോദിക്കുന്നുണ്ട്, എവിടെയാ പഠിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയാണ്, ഇനി ഹൗസ് സർജൻസി ഉണ്ട്, ഭാവിയിലൊരു വലിയ ഡോക്ടറാണല്ലോ താൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ തമാശകളൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് പോകുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ആ പെൺകുട്ടി ഇങ്ങ് നിന്നു. ഏകദേശം ഒരു 15-20 മിനിറ്റ് നടന്നു കാണണം. പെൺകുട്ടി പെട്ടെന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, അതെ ചേട്ടാ, അതാണ് വീട്. നോക്കുമ്പോൾ ഒരു നീണ്ട വഴി, അവിടെ മരം കൊണ്ട്, ഈ മരത്തടി കൊണ്ട് ഒരു ഗേറ്റ് പോലെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ കവച്ച് കടന്നിട്ട് വേണം, കാലിങ്ങനെ ഏന്തി വലിച്ച് കയറ്റി വെച്ചിട്ട് വേണം അപ്പുറത്തേക്ക് കിടക്കാൻ. അവിടുന്ന് പിന്നെ ആ ഒരു വീട്ടിലേക്ക് ഒരു നീണ്ട വഴിയാണ്. രണ്ട് സൈഡിലും ഈ പുല്ലുകളൊക്കെ, നല്ല ചെടികളും പുല്ലുകളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വഴിയാണ്. അവനിങ്ങനെ ഏകദേശം അവൻ്റെ ഉള്ള ആ ഒരു ടോർച്ച് വെളിച്ചത്തിൽ, അവൻ്റെ ആ മൊബൈൽ ടോർച്ച് വെളിച്ചത്തിൽ കണ്ട ദൃശ്യങ്ങളാണ് അതൊക്കെ. പെട്ടെന്ന് ഇവർ രണ്ടുപേരും ആ ഒരു ഗേറ്റ് എന്ന് പറയുന്ന പോലത്തെ ആ ഒരു മരത്തടികളെല്ലാം കവച്ച് വെച്ചണ്ട് കടക്കലും, ദൂരെയുള്ള, അല്പം ദൂരെയുള്ള ഒരു കുറച്ച് ദൂരം മാത്രമേ ഉള്ള ആ ഒരു വീട്ടിൽ നിന്ന്, അതിൻ്റെ ഉമ്മറത്ത് നിന്ന് ഒരമ്മയുടെയും ഒരു അച്ഛൻ്റെയും അലർച്ച കേൾക്കലും ഒരുമിച്ചായിരുന്നു. പെൺകുട്ടി അച്ഛ എന്ന് വിളിച്ചിട്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു ആ വീട്ടിലേക്ക്. പിന്നാലെ ചെറുപ്പക്കാരനും. സുഹൃത്തുക്കളെ, മടുപ്പിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. മടുക്കുന്നില്ല എങ്കിൽ ഇതിന് ഇനിയൊരു എപ്പിസോഡ് കൂടിയുണ്ട്, എങ്കിലാണ് ഈ കഥ അവസാനിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കുക. ഇതിൻ്റെ ബാക്കി പറയണമെങ്കിൽ ഒന്ന് പറയുക. ബൈ.